പ്രഘോഷിക്കപ്പെടട്ടെ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തികൾ. ഇറ്റ്സ് ഗോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇവിടെയുള്ള സുധാകരൻ ചേട്ടൻ്റെയും സ്മിത ചേച്ചിയുടെയും വിശേഷങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും ഇവർ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഒത്തിരി ഒത്തിരി സ്വാഗതം. സ്മിത ചേച്ചിയും സുധാകരൻ ചേട്ടനും അവർ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. ഒത്തിരിയേറെ എനിക്ക് തോന്നുന്നു ഒത്തിരി ലേറ്റ് ആയിട്ടായിരുന്നു ഇവരുടെ വിവാഹം എല്ലാം നടന്നത്. ചേച്ചി 32 വയസ്സിലായിരുന്നു, ചേട്ടൻ 41 വയസ്സോളം അല്ലേ. അപ്പം കല്യാണം നടക്കുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലൊക്കെ നിന്നു. പക്ഷെ കർത്താവ് വളരെ മനോഹരമായിട്ട് ക്രമീകരിച്ചു. കല്യാണം നടന്നു. ശേഷം ഒരു വീട് തമ്പുരാൻ ഒരുക്കി തന്നു. അതിനുള്ള സ്ഥലം ഒന്നുമില്ല. ചേച്ചി ഇതിനു മുമ്പ് ചേച്ചിയുടെ അടുത്തുനിന്ന് കിട്ടിയൊരു വാക്ക് ഇതായിരുന്നു: കൈമുതലായിട്ട് ഒന്നുമില്ല, ആഗ്രഹവും പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ആഗ്രഹവും പ്രാർത്ഥനയുമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിലെത്തി. തമ്പുരാൻ ഒരു വീട് തന്നു. പിന്നീട് നിങ്ങളുടെ പ്രാർത്ഥനകൾ വന്നത് അതൊരു കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും നിങ്ങൾ സിസ്റ്റേഴ്സിൻ്റെ അടുത്ത് പോയിരുന്നു. സിസ്റ്ററിൻ്റെ നമ്മുടെ അനുഭവങ്ങളൊന്നും നമുക്കൊന്ന് കേൾക്കാം. 1 വർഷവും 2 മാസങ്ങൾക്കും ശേഷം വീണ്ടും വന്നു. കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വേണമായിരുന്നു, പക്ഷേ യൂട്രസ് അതിന് യോഗ്യമായിട്ടുള്ള അവസ്ഥയിലല്ല. 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നും ആ ഓപ്പറേഷനിലൂടെ മാത്രമേ എന്തെങ്കിലും പറയാനാവൂവെന്നും ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ അന്നൊരു ജൂൺ 30-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ മാധ്യസ്ഥത്തിലും വിശുദ്ധ റോസാ വെനറിനിയുടെ സഹായത്തോടും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു കൊടുത്തു. ആ പ്രാർത്ഥന 33 പ്രാവശ്യം തിരി കത്തിച്ച് കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണമെന്നും ആവശ്യപ്പെട്ടു. അതിങ്ങനെയാണ്: ലോകരക്ഷകനായ ഈശോയെ, അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. നിർഭാഗ്യ പാപികൾ പോലും മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അത് നിരസിക്കുക സാധ്യമല്ല. എന്നോട് കരുണ തോന്നി എൻ്റെ ഈ കാര്യം സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം 13 ദിവസം മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. റോസാ മിസ്റ്റിക്ക മാതാവ് ഇടപെട്ട് ഒരടയാളം തരുമെന്നും അതിനുശേഷം ഡോക്ടറെ കാണിക്കാം എന്നാണ് പറഞ്ഞു വിട്ടത്. എന്നാൽ 13-ാം തീയതി ആയപ്പോഴത്തേനും പ്രഗ്നൻ്റായി എന്നുള്ള സന്ദേശമാണ് എനിക്ക് നൽകിയത്. ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്താ പറയേണ്ടത്? കർത്താവിന് ഒത്തിരി മഹത്വം. മക്കളുടെ എല്ലാം പേരിൽ മാതാവിൻ്റെ കൂടെ ഒരു പേര് ചേർത്തപ്പം അതിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിന് ഒത്തിരി വില ഉണ്ടായിരുന്നു അല്ലേ? ശരിക്കും ഒത്തിരി പ്രാർത്ഥിച്ചു അതിനു വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ഒത്തിരി പ്രായമൊക്കെ ഒത്തിരി മുന്നോട്ട് പോയിരുന്നു രണ്ടുപേരുടെ. വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നോ നിങ്ങൾക്ക്? യൂട്രസിനകത്ത് എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചെറിയ ചെറിയ മുഴകളും പിന്നെ കുഞ്ഞുങ്ങളുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. സുധാകരേട്ടനാണെങ്കിലും വെരിക്കോയിൻസിൻ്റെ പ്രശ്നങ്ങൾ, കൗണ്ട് കുറവ്. അപ്പോൾ ഒരു 2.5 ലക്ഷം രൂപയുടെ ഓപ്പറേഷൻ ചെയ്താലും മക്കളുണ്ടാവും എന്നൊന്നും പറയാൻ പറ്റൂല. പക്ഷെ ചികിത്സ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ. പക്ഷേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കർത്താവിൽ മാത്രം ആശ്രയിച്ച് പോവുകയാണ്. പിന്നെ വചനം പറയണോ രൂപ, അതെ. അപ്പോൾ വചനം പറയണോ, വൈദ്യനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്, അവന് ജ്ഞാനം നൽകിയത് ഞാനാണെന്ന്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ എന്തായാലും കാണിച്ചു. അപ്പോൾ ഡോക്ടറോട് ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: ഓപ്പറേഷനൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകും. മരുന്ന് ഞങ്ങളുടെ ശാരീരിക കുറവുകൾ നികത്താൻ എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കഴിക്കാൻ റെഡിയാണ്. അതല്ലാതെ ഓപ്പറേഷനോ മറ്റു ചികിത്സകളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു 15 ദിവസത്തേക്ക് മരുന്ന് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആ മരുന്ന് വെച്ച് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ 13 ദിവസം ഞങ്ങൾ കഴിച്ചുള്ളൂ. പക്ഷെ ആ മരുന്ന് കൊണ്ടല്ലാന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് എന്നുള്ളൊരു ഇതിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. 13-ാം തീയതി കറക്റ്റ് ജൂലൈ 13 അന്ന് മാതാവിൻ്റെ പെരുന്നാളാണ്. അപ്പം അന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂലൈ 13 പെരുന്നാളിന് അപ്പോഴത്തേക്കിനും കർത്താവ് അനുഗ്രഹിക്കും. പിന്നെ ആ ദിവസങ്ങളിൽ കുമ്പസാരം, കുർബാന സ്വീകരണം, ജപമാല പ്രാർത്ഥന, ഇത് 3ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ വിശ്വാസം, പ്രാർത്ഥനയും അതായിരുന്നു ആ ദിവസങ്ങളിൽ. നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യത്തിലോ വീടിന്റെ കാര്യത്തിലോ ഒന്നും നിങ്ങൾ അത്ര അങ്ങ് ആഗ്രഹിച്ച് വേണം അങ്ങനെ കർത്താവിനോട് വാശി പിടിക്കുകയല്ല ചെയ്തത്. കർത്താവിന്റെ പദ്ധതികളോട് ചേർത്ത് വെക്കുകയാണ് ചെയ്തത്. പക്ഷെ ഒരു കുഞ്ഞെന്നുള്ളത് ഉള്ളിലൊരു ആഗ്രഹമായിരുന്നു എന്ന് തോന്നുന്നല്ലേ, ഒരു കുഞ്ഞ് വേണം എന്നുള്ളത്. ഒരു കുഞ്ഞിന് പകരം കർത്താവ് 3 മുത്തുകളെയാണ് തന്നിരിക്കുന്നത്. 3 പേര്. അതെ അതെ, 3 പിള്ളേരെ ആയപ്പോ പെൺകുട്ടികളല്ലേ 3 പേരും. അപ്പൊ എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിരുന്നു. എങ്ങനെ വരെ നോക്കും, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയം വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കർത്താവ് ഒരു കുറവും വരുത്തിയിട്ടില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും മുട്ടില്ല. ഇതുവരെ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. നിങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ കർത്താവ് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യവും. എൻ്റെ പ്രസവ സമയമൊക്കെ ഭയങ്കര അത്ഭുതകരമായ രീതിയിലാണ്. ഓപ്പറേഷൻ്റെ തൊട്ട് വക്കിലായിരുന്നു 3 പ്രസവവും. പക്ഷെ അത്ഭുതകരമായ രീതിയിലാണ് പ്രസവമൊക്കെ നടന്നത്. പിന്നെ 2ാമത്തെ മോളെ ഇപ്പോൾ ഷുഗർ വന്നു. ചെറിയ കുട്ടീനെ അത് നല്ലോണം ബാധിക്കുമെന്ന് വിചാരിച്ചതായിരുന്നു. കാരണം 30,000 രൂപയുടെ ഒരു സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളൊന്നും ചെയ്യാൻ പോവാണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട്. നല്ല ഷുഗറായിരുന്നു എനിക്ക്. അവിടെയൊക്കെ അത്ഭുതകരമായ രീതിയിലാണ് കർത്താവ് ഞങ്ങളെ നയിച്ചത്. 3 സുഖപ്രസവമായിരുന്നു. അവരുടെ യാതൊരു ബുദ്ധിമുട്ടും കുറവൊന്നും വരെ ദൈവം വരുത്തിയിട്ടില്ല ഈ സമയം വരെ. അതുകൊണ്ട് ഇനി അങ്ങോട്ടും നന്നായിട്ട് നോക്കിക്കോളെന്നുള്ള പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ മരിയഭവനിലെ ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതലായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പം അവിടുത്തെ അനിലേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അനിലേട്ടനെ ഒന്ന് കേട്ട് നോക്കാം. കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള മലപ്പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ സംരംഭമാണ് പ്രത്യേകിച്ച് മരിയാഭവൻ എന്ന ഈ കൊച്ചു ധ്യാന കേന്ദ്രം. ശരിക്കും ഈ മലപ്പുറം ജില്ലയിലെ ഈശോ അറിയാത്ത മക്കൾക്ക് വചനം കൊടുക്കുക എന്നതാണ് ഈ ശുശ്രൂഷാ കേന്ദ്രത്തിൻ്റെ ദൗത്യം. ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സഹോദരി സ്മിത മരിയാഭവനിലേക്ക് വരുന്നത്. അവളൊരു പ്രസ്സിലെ ജീവനക്കാരിയായിരുന്നു. അങ്ങനെ ആ ഒരു ജീവിതത്തിൽ നിന്നാണ് അവൾ മരിയാഭവനെ പറ്റി കേട്ടതും മരിയാഭവനിൽ വരുന്നതും വചനം കേട്ടു. ഈശോയോടുള്ള ആ വലിയ സ്നേഹത്തെ പ്രതി പിന്നെ ആ ജോലി അവൾ ഉപേക്ഷിച്ചു. അങ്ങനെ സ്ഥിരമായിട്ട് മരിയാഭവനിലേക്ക് വരുന്നത് കണ്ടപ്പോൾ, അവൾ ആത്മാർത്ഥത കണ്ടപ്പോൾ മരിയാഭവൻ്റെ മേലധികാരികളോട് ഞാൻ തന്നെയാണ് സ്മിതയെപ്പറ്റി പറഞ്ഞത്. അങ്ങനെ സ്മിത അന്നു മുതലേ മരിയാഭവൻ്റെ ഒരു ശുശ്രൂഷകയായിട്ട് മാറി. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ ഭക്ഷണ മേഖല, അതാണ് സ്മിതയിലൂടെ കൂടുതലായിട്ട് മരിയാഭവനിൽ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഒരു കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ലഭിക്കുന്നത് വരെയുള്ള പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. പ്രത്യേകിച്ച് വിവാഹം നടക്കാത്ത പെൺകുട്ടികൾക്ക് വേണ്ടി അവൾ ഗാഢമായിട്ട് പ്രാർത്ഥിക്കും. കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടി വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കും. എന്നാൽ അവളെ സംബന്ധിച്ച് ഒരു വിവാഹമെന്നോ അല്ലെങ്കിൽ അങ്ങനൊരു ദാമ്പത്യ ജീവിതമെന്നോ അങ്ങനൊരു സ്വപ്നമേ അവളെ മനസ്സിലില്ല. കാരണം എപ്പോൾ ചോദിച്ചാലും അവൾ പറയും, എന്നെ ആര് കൊണ്ടുപോകാനാ, എന്നെ ആർക്ക് ഇഷ്ടപ്പെടും, എൻ്റെ കോല ഇതല്ലേ എന്ന് പറയുന്ന തന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു പ്രകൃതി അവൾക്കുണ്ടായിരുന്നു. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ട് പോയി. സ്മിതയുടെ ശുശ്രൂഷകളും വളരാൻ തുടങ്ങി. അതായത് ശരിക്കും നമുക്ക് തന്നെ അതിശയം തോന്നും അവളുടെ ശുശ്രൂഷ കാണുമ്പോൾ. കാരണം ഒരു വ്യക്തി ചെയ്യുന്നതല്ല അവൾ ചെയ്യുന്നത്, ഒരു 4 വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു കൃപയാണ് സ്മിതയ്ക്ക് കിട്ടിയിരിക്കുന്നത്. എൻ്റെ ഒരു സഹോദരിയെ പോലെയാണ് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ ശുശ്രൂഷ ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും സ്മിതയ്ക്കൊരു വിവാഹം വേണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലും വളരാൻ തുടങ്ങി. കർത്താവ് നമ്മുടെ ഷാജി സഹോദരനിലൂടെ ഒരു വഴി ഒരുക്കി. അങ്ങനെ സ്മിതയുടെ വിവാഹം കഴിഞ്ഞു. സുധാകരൻ എന്ന സഹോദരൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അദ്ദേഹം വളരെ വലിയൊരു ശുശ്രൂഷകനാണ്. പുറം മേഖലകളിലാണെങ്കിലും ഗാഢമായിട്ട് ശരീരം മറന്ന് ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇവരുടെ മനസ്സിൽ ഏറ്റവും വലിയ പേടി ഇതാണ്, കുറച്ച് പ്രായം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചുകൊണ്ട് ഇനി ഒരു കൊച്ചുണ്ടാകുമോ എന്നുള്ള പേടി ഇവർക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ കൊച്ചിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു.
അങ്ങനെയാണ് കോട്ടയത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോയി അവർ ട്രീറ്റ്മെൻറ്റ് നടത്താനും ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനൊക്കെ തുടങ്ങി. ആ സമയത്ത് ഡോക്ടറുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു വലിയ ഓപ്പറേഷനും ഒരുപാട് സാമ്പത്തികമായിട്ട് ചിലവ് വരുന്നൊരു കേസാണ് ഡോക്ടർ പറഞ്ഞത്. ഇതെല്ലാം കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകുന്ന കാര്യമല്ല എന്ന് അവർക്ക് തന്നെ തോന്നി. ഈ ഒരു സ്റ്റേജിൽ ഇവർ വളരെ നിരാശരായിട്ട് മരിയാഭവനിലേക്ക് തിരിച്ചു വരിക. ഇവർ ചാപ്പിലിരുന്ന് കൊണ്ട് കരഞ്ഞപ്പോൾ എനിക്കൊരു വേദന തോന്നി. ഞാൻ അവരെ കൗൺസിലിംഗ് റൂമിലേക്ക് വിളിച്ചു. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനൊരു വാക്കാണ് വന്നത്, അല്ല സ്മിത, എനിക്ക് വിവാഹം ഒരു കാലത്തും നടക്കില്ല, എന്നെ ആര് കെട്ടും എന്ന് എപ്പോഴും പറയുന്ന സ്മിതയ്ക്കിതാ ഒരു ഇണയ ദൈവം നൽകി. കർത്താവ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നൽകി. ആ കർത്താവിനെ ഒരു കൊച്ചിനെ തരാൻ കർത്താവിന് സാധ്യമല്ലേ? നമ്മളെന്തിനാ വെറുതെ ഡോക്ടറുടെ വാക്കിലേക്കും ആ മരുന്നിൻ്റെ ചീട്ടിലേക്കും ആ ഓപ്പറേഷനിലേക്കും നോക്കേണ്ട ആവശ്യം? കർത്താവിലേക്ക് നോക്ക്. കർത്താവ് അതിന് വഴിയൊരുക്കി തരും. ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ സ്മിത സുധാകരേട്ടനും വന്ന് മരിയാഭവനിൽ അത് പങ്കുവയ്ക്കും, നമ്മളോട് ഒന്നിച്ച് പങ്കുവയ്ക്കും. പ്രത്യേകിച്ച് ഈ കൊച്ചുങ്ങളില്ലാത്ത ഈ അവസ്ഥകളൊക്കെ തുറന്ന് പങ്കുവെച്ചപ്പോൾ നമ്മളൊരു ഗ്രൂപ്പുണ്ട് മരിയാഭവനിൽ, അതും വിശ്വാസത്തിലേക്ക് വന്ന മക്കളുടെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിലുള്ള ഒരു നിഷ്കളങ്കരായ മനുഷ്യർ, അവരെല്ലാവരും ഹൃദയം തുറന്ന് കർത്താവിനെ നിലവിളിച്ച് പ്രാർത്ഥിക്കും, ഏത് വിഷയം കിട്ടിയാൽ. അങ്ങനെ ജീവിതത്തിൽ സ്മിതയുടെ ജീവിതത്തിൽ ഇതാ കൊച്ചുണ്ടാകുന്നു. ഒരു ഭവനമില്ലാത്ത ആ ദമ്പതിമാർക്ക് കർത്താവ് മരിയാഭവനിലൂടെ ഒരു ഭവനം ഒരുക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഭൗതികമായ കാര്യത്തിലും ആത്മീയമായ കാര്യത്തിലും കർത്താവ് ഇന്നും സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി സന്തോഷമുണ്ട് ഇത് കേൾക്കാൻ. നിങ്ങളുടെ ഒരു പ്രാർത്ഥനയെക്കുറിച്ചും നിങ്ങളുടെ ഒരു കൂട്ടായ്മയെക്കുറിച്ചും ഒക്കെ കേൾക്കാൻ തന്നെ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ കാലത്ത് ഒത്തിരി കുഞ്ഞുങ്ങളെയൊക്കെ സ്വീകരിക്കാൻ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ, ജോലി ആവട്ടെ എന്നിട്ട് കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് ഒരു കുഞ്ഞു മതി എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വലിയൊരു മുന്നിൽ കാണിക്കാൻ പറ്റിയൊരു മാതൃകയാണ് നിങ്ങൾ. ഇതൊന്നും ചിന്തിക്കാതെ ഏതൊരു നിമിഷത്തും തമ്പുരാൻ തരുന്നതിനെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പൊ ചേച്ചി ഇതിനു മുമ്പും പറഞ്ഞു 3 പെമ്മക്കളാണ്. എല്ലാവർക്കും ചുറ്റുമുള്ളവർക്കാണ് അതിലും കൂടുതൽ പേടി, പക്ഷെ ഞങ്ങൾക്ക് പേടിയില്ലാന്ന്. ആ ഒരു ഇതിലേക്ക് വളരുക എന്ന് പറയുന്നത് ഭയങ്കര ഇതായിരുന്നു. ആ ഒരു കർത്താവ് അങ്ങ് അത്രയും എത്തിച്ചു തമ്പുരാൻ ആ ഒരു ചിന്തയിലേക്കൊക്കെ വരാന്. ഇപ്പൊ മരിയാഭവനിലെ പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നിങ്ങളെ ഇതിനൊക്കെ സഹായിച്ചത്, ഈ ഒരു വിശ്വാസത്തിലേക്ക് വളരാന്. തീർച്ചയായിട്ടും വിശ്വാസത്തിലേക്ക് വരാൻ ദൈവത്തെ അറിയാനിടയാക്കിയ ആളെയാണ് മരിയാഭവൻ. അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട 2 ആൻറ്റിമാരുണ്ട്. അവരുടെ സപ്പോർട്ട്, പ്രാർത്ഥന, സഹായം ഒക്കെ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം അവിടെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ മരിയാഭവനിൽ തന്നെയായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട്, ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു താമസവും ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ. ഇവരൊക്കെ ഉണ്ടായ സമയത്ത് കുഞ്ഞായിരിക്കും പ്രസവിച്ച് കിടക്കുന്നത് തന്നെ ഈശോൻ്റെ മുമ്പിൽ നിന്ന് പോലെയാണ്. അത്രയും ആ ആലയാണ് ഞങ്ങളെ ഇന്നും നിലനിർത്തി കൊണ്ടുപോകണത്. ഇപ്പോൾ കൊറോണ വന്നതോടുകൂടെ മരിയാഭവൻ്റെ ശുശ്രൂഷകൾ നിർത്തി. പിന്നെ നമ്മൾ നേരെ പള്ളിയിലേക്കായി. രൂപത മരിയാഭവൻ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പള്ളിയിലായി ശുശ്രൂഷ. അപ്പോൾ അവിടെ പള്ളിയിൽ അച്ഛൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കും. ഞങ്ങൾ 2 പേരും പള്ളി അടിക്കും, തുടയ്ക്കും, അച്ഛൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഞങ്ങളുടെ വികാരിയച്ഛനായിട്ട് നല്ലൊരു ബന്ധമാണ്. അച്ഛന് ഈ മക്കളെ ഭയങ്കര ജീവനാണ്. ഞങ്ങളുടെ അച്ഛൻ വിൻസെൻ്റ് അറയ്ക്കൽ, മോൺസിംഗർ വിൻസെൻ്റ് അറയ്ക്കൽ അച്ഛനാണ്. അച്ഛന് ഇവർ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ ഇവള് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു ചാട്ടാൻ മിഠായിക്ക്. അച്ഛന് ഞങ്ങളോട് ഭയങ്കര ഇതാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛന് ഭയങ്കര സപ്പോർട്ടും ശ്രദ്ധയും എല്ലാം ഉണ്ട്. സുധാകരൻ ചേട്ടാ, എല്ലാരും പറയുന്നത് സ്മിത ചേച്ചി ഭയങ്കര നല്ലൊരു പാചകക്കാരിയാണെന്നാണ്. ഒന്നും പറയാനില്ല. അറിയില്ലായിരുന്നു. എനിക്കൊരു കട്ടൻ ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. വീട്ടിൽ 2 ചേച്ചിമാരുള്ളതുകൊണ്ട്. പക്ഷേ അത് ശരിക്കും മാതാവ് എന്നെ പഠിപ്പിച്ചതാണ്. മരിയാഭവനിൽ പെട്ടെന്ന് ഒരു ദിവസം ഭക്ഷണം വെക്കണം ചേച്ചി വരാണ്ടായി. അപ്പൊ വെക്കാൻ ആളില്ല. മുന്നും പിന്നും നോക്കാതെ അങ്ങ് ഇറങ്ങിയതാ. പക്ഷെ ഇപ്പൊ ഒരു 19 വർഷമായിട്ട് നമ്മള് വലുതും ചെറുതും ഒക്കെ ആയി ഒത്തിരി പേർക്ക് ആര് വന്നാലും മാതാവ് സഹായിക്കുക. സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും മാതാവ് ഇങ്ങനെ ഒപ്പം നടന്ന് എല്ലാ കാര്യങ്ങളും മാതാവ് ചെയ്യിക്കുക. അത് ഭയങ്കര അത്ഭുതമാണ്. ശരിക്കും സംഭവിച്ചത് അത് തന്നെയാണ്. മാതാവാണ് ഓരോ. ഞാനും കേട്ടു സ്മിത ചേച്ചിയെ കുറിച്ച് പറഞ്ഞപ്പോ എല്ലാരും പറയുന്നത് നല്ല പാചകക്കാരിയാണെന്ന് പറഞ്ഞു. അത് ദൈവത്തിന്റെ വലിയൊരു കൃപയാണ്. മാതാവ് കൈപിടിച്ച്. അതെ, ശരിക്കും മാതാവിന്റെ വലിയൊരു സഹായമാണ്. നമ്മളൊന്നും അല്ല ആ കാര്യത്തില്. ഈ ഒരു സമയത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നത് നിങ്ങളെ കുറിച്ച് ഒത്തിരി
ഒത്തിരി പറയാനുള്ള ഒരാളുടെ അടുത്തേക്ക്, സിസ്റ്റർ ജോസിയുടെ അടുത്തേക്ക് നമുക്ക് നോക്കാം. സ്മിതയുടെയും സുധാകരൻ്റെയും ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ അവരെ അറിയാൻ തുടങ്ങിയ കാലം മുതൽ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്ന ഒരു കുടുംബം, ദൈവ അനുഭവത്തിലൂടെ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞൊരു കുടുംബം എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുക. കുഞ്ഞുമക്കളാണെങ്കിലും അവരെ ഉൾപ്പെടെ എല്ലാ ദിവസവും ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുകയും ഈശോയോട് കൂടുതൽ സ്നേഹത്തോടെ ജീവിക്കുവാനുള്ള ഒരു പ്രേരണ കുഞ്ഞുമക്കൾക്കും കൂടെ നൽകിക്കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നത്. തന്നെയുമല്ല, അവരുടെ ഇടവകയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ആധ്യാത്മികമായ കാര്യങ്ങളിൽ നടത്തുന്ന ശുശ്രൂഷകളിലെല്ലാം തന്നെ നല്ല സജീവമായ പങ്കാളിത്തം ഈ കുടുംബത്തിനുണ്ട്. അവർ ഒരാളെന്നല്ല, കുടുംബം മൊത്തം ഒരുമിച്ചാണ് എപ്പോഴും വരാറുള്ളതും പങ്കെടുക്കാറുള്ളതും. ഇടവക തലത്തിലാണെങ്കിൽ കുടുംബ യൂണിറ്റുകളിലും അതേ പ്രാർത്ഥനകളിലൊക്കെ നല്ല പങ്കാളിത്തം ഈ കുടുംബത്തിനുണ്ട്. കൂടാതെ ആധ്യാത്മികമായ കാര്യങ്ങളിൽ പ്രാർത്ഥനാ ശുശ്രൂഷ നടത്തുന്നതിലും നല്ല രീതിയിൽ ഒരു നേതൃത്വം കൊടുക്കുവാൻ സ്മിതയ്ക്ക് ഒരു പ്രത്യേക പാഠവും തന്നെയാണുള്ളത്. അതുകൂടാതെ തന്നെ മരിയഭവൻ്റെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനാ ശുശ്രൂഷയിൽ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം സ്മിത അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, അവിടെയുള്ള മറ്റ് ജോലികൾ ചെയ്യുന്ന കാര്യത്തിലായിക്കൊള്ളട്ടെ, എല്ലാത്തിലും ആ ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കത് വ്യക്തമായി കാണാൻ സാധിക്കും. അവിടെ ഒരു മടിപ്പോ അല്ലെങ്കിൽ ഒരു പരാതിയോ ഒന്നും അവരുടെ വാക്കുകളിലോ പ്രവർത്തനങ്ങളിലോ മുഖത്തുപോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എല്ലാം ദൈവത്തെ പ്രതി ചെയ്യുന്നു. ദൈവിക ശുശ്രൂഷയാണ് അവരുടെ ജീവിതം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈസാ കുടുംബം എല്ലാവരും തന്നെ, മക്കളും അപ്പനും അമ്മയും ഒരുമിച്ച് എല്ലാ വർഷങ്ങളിലും തന്നെ വിവിധ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ ഞാനിവിടെ വന്ന ശേഷം മനസ്സിലാക്കാൻ സാധിച്ചത് ഈ കുടുംബത്തോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവർ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു കുടുംബമാണ്, ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവരാണ് എന്നുള്ള ബോധ്യമുള്ളവരൊക്കെ അവരോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും പ്രത്യേകമായി അവർ പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിയോഗം ദൈവത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന, അങ്ങനെ തമ്പുരാനിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുന്ന ഒരു കുടുംബത്തെയാണ് എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും അത് ചെറുതും വലുതുമായത്, മുറ്റമടിക്കുന്നത് തൊട്ട് വചനം പ്രഘോഷിക്കുന്നത് വരെ എല്ലാം ദൈവമഹത്വത്തിനായിട്ട് സമർപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കൃപയാണ്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അത് ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളെ ഞാനിപ്പോൾ കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. ഓരോ സമയത്തും പിള്ളേരെയൊക്കെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ മാതാപിതാക്കൾ ഇപ്പം കാക്കാ പൂജയൊക്കെ പറയുമ്പോൾ നിങ്ങളിവിടെ കൈ വിരിച്ച് പിടിച്ച് ഹല്ലേലൂയ പറയാനാ പഠിപ്പിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ. അത് വലിയൊരു കൃപ തന്നെയാണ്, പറയാതെ പറ്റത്തില്ല. ഈ ഒരു നിമിഷം നമ്മളൊരു ചെറിയ സെലിബ്രേഷനിലേക്ക് പോവാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്നേഹമുള്ളവരെ, കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള ദീപാലയം സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്സ് എന്ന സ്ഥാപനത്തിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം, 7 വർഷത്തോളമായി സ്മിത എന്ന സഹോദരി അവരുടെ മക്കളുടെ ജന്മദിനം ആഘോഷിക്കാൻ ഓരോ വർഷവും ഇവിടെ വന്ന് ഈ കുട്ടികളോടൊന്നിച്ച് ഈ സ്ഥാപനത്തിലോടൊന്നിച്ച് ആഘോഷിക്കുകയാണ്. കൂടാതെ ഇന്ന് പ്രത്യേകമായി ഇവരുടെ വിവാഹ വാർഷികം കൂടി ആഘോഷിക്കുകയാണ്. ഇന്ന് ഈ 2 സന്തോഷങ്ങളും കൂടിച്ചേരുമ്പോൾ നമുക്ക് എല്ലാവർക്കും സർവശക്തനായ ദൈവത്തോട് കൂടുതൽ നന്ദി പറയുകയും ഇവിടെ ഇരിക്കുന്ന കേക്ക് മുറിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ സ്മിതയെയും ഭർത്താവിനെയും ക്ഷണിച്ചു കൊള്ളുന്നു. ഹാപ്പി ബർത്ത്ഡേ മീറോസ് ട്രാലലാലാ, ഹാപ്പി ബർത്ത്ഡേ മീറോസ് ട്രാലലാലാ, ഹാപ്പി ബർത്ത്ഡേ മീറോസ് ട്രാലലാലാ, we wish you a happy birthday, we wish you a happy birthday. ഒത്തിരി സന്തോഷമുണ്ട് ഇത് കാണുമ്പോൾ. വർഷങ്ങളായിട്ട് നിങ്ങൾ അവിടെയാണോ എല്ലാം ആഘോഷിക്കുന്നത്? നമ്മുടെ സിസ്റ്ററിന്റെ സ്ഥാപനമാണ് അവർ നടത്തുന്ന അവരുടെ കോൺഗ്രേഷനിലുള്ള സ്ഥാപനമാണ്. അപ്പം നമ്മൾ ഏഞ്ചൽ ഉണ്ടായി തൊട്ട് 1 വയസ്സ് തൊട്ട് അവർക്ക് 7 വയസ്സായി. ആ 7 വയസ്സിൽ നമ്മൾ അവിടെ പോയിട്ട് ബർത്ത്ഡേ ആഘോഷിക്കുക. അപ്പോൾ ഈ കൊറോണ കാലത്ത് ഞങ്ങളൊരു കേക്ക് വാങ്ങിയിട്ട് അവിടെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. കാരണം അവരെ കയറ്റാത്തതുകൊണ്ട് ആ ഒരു 2 വർഷം മാത്രമേ നമ്മൾ അവിടെ അങ്ങനെ ആഘോഷിക്കാത്തുള്ളൂ. പിന്നെ ഇവിടെ 5 വയസ്സ് വരെ, ഇവിടെ 1 വയസ്സെല്ലാം ഞങ്ങൾ ഇപ്പോൾ അതേപോലെ അവിടെ പോയി ആഘോഷിച്ച്. കണ്ണു കാണാത്ത പിള്ളേരാണ് അവർ.
അപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയും. അവർ ഞങ്ങളൊരു കുടുംബത്തെ, അവരുടെ വീട്ടിലൊരു അംഗങ്ങളെ പോലെയൊക്കെയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ചെല്ലും. അവിടുത്തെ മദറാണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും ഒക്കെ വളരെ സ്നേഹമാണ്. നമ്മളെ നല്ല സ്നേഹത്തോടെ അവർ സ്വീകരിക്കും. നമുക്ക് ഭക്ഷണമൊക്കെ തന്ന് തിരിച്ചു വിടും. അപ്പോൾ സിസിലി സിസ്റ്ററിനും അവിടുത്തെ മദറിനും എല്ലാവർക്കും പ്രത്യേക നന്ദി പറയുകയാണ്. അവിടെ സുപ്പീരിയർ മദറിനൊക്കെ വലിയൊരു മാതൃകയാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. ഇങ്ങനെ ആഘോഷമായിട്ട് നടത്താനുള്ള വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല. പക്ഷെ ആ കണ്ണ് കാണാത്ത പിള്ളേരുടെ കൂടെ പോയിട്ട് നിൽക്കുമ്പോഴുള്ള സങ്കടം എന്താണെന്ന് വെച്ചാൽ ഇവർ ചോദിക്കും കേക്കിൻ്റെ കളർ എന്താ, കേക്ക് എന്താ. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്, മക്കളാ അവസ്ഥയിലുള്ള മക്കളായതുകൊണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സന്തോഷം അവിടെ പോയി ആ കേക്ക് മുറിച്ച് ബർത്ത്ഡേ ആഘോഷിച്ച് തിരിച്ചു. ആഘോഷമൊന്നുമില്ല, കേക്ക് മുറിക്കുക, അവരൊപ്പം കഴിക്കുക, അത്രയേ ഉള്ളൂ. ഒത്തിരി ഒത്തിരി വലിയ കാര്യമാണ് അത് ചെയ്യുന്നത് പോലും. എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യുന്നത് കർത്താവിനോടൊപ്പം ആഘോഷിക്കുക, ഒരു സെലിബ്രേഷൻ വിത്ത് ക്രൈസ്റ്റ്. അതാണ് നിങ്ങളുടെ ജീവിതം മുഴുവനെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കലും ഒന്നിനും പരാതിപ്പെട്ടിട്ടില്ല, ഇന്നത് വേണമെന്ന് ശാഠ്യം പിടിച്ചിട്ടില്ല. എല്ലാം തമ്പുരാന്റെ ഒരു പദ്ധതിയോട് ചേർത്ത് വെക്കുക, മുന്നോട്ട് പോവുക. ഒത്തിരി മധ്യസ്ഥ പ്രാർത്ഥനകൾ സ്മിത ചേച്ചിയുടെയും സുധാകരൻ ചേട്ടൻ്റെയും ജീവിതത്തിൽ അതാണ് ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. മധ്യസ്ഥ പ്രാർത്ഥനകൾ, സ്വന്തം ആവശ്യങ്ങളെ പോലും മാറ്റിവെച്ച് ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൈവിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ തന്നെ പരാതികൾ പറഞ്ഞു തീർക്കാൻ പറ്റുന്നില്ല. ഈശോയെ അത് വേണം, ഈശോയെ ഇത് വേണം, ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം. അതിനിടയിൽ ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കാതെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുക, ദൈവത്തിന് സ്തുതി. അത് ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ വിഷയങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മുടെ ജീവിതത്തിൽ ഇത് കർത്താവ് ഓരോന്നോരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാനും ഇൻട്രസ്റ്റ് ആണ്. ഞങ്ങളുടെ ഒരു സാറ് എപ്പോഴും പറയും, കുട്ടികളില്ലാത്തവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കും. എന്നിട്ട് സാറ് പറയും, കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ അവരൊന്ന് അറിയിക്കണേ, അല്ലെങ്കിൽ കുട്ടികളുണ്ടായോണ്ടേ ഇരിക്കും, അവർ പ്രാർത്ഥന നിർത്തൂല. അപ്പോൾ അവരൊന്ന് അറിയിക്കണം. കുട്ടികളും മക്കളൊക്കെ ആയിക്കഴിഞ്ഞാലേ പ്രാർത്ഥന ഒന്ന് നിർത്താൻ വേണ്ടി പറയണമെന്ന് തമാശക്കാണെങ്കിലും പറയും. എനിക്കൊന്ന് ഒരു കുഞ്ഞ് ഇല്ലാതിരിക്കുന്നതിന്റെ വേദന എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഒരു വിഷമം മനസ്സിലാവും. ഒരാളത് പറയുമ്പോ എനിക്കത് മനസ്സിലാവും. മേഖല അറിയാം, കല്യാണം കഴിയാത്തവരത് അറിയാം, മക്കളില്ലാത്തവരത് അറിയാം, വീടില്ലാത്തവർ, കടബാധ്യത ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളാ. അതുകൊണ്ട് നമുക്ക് അതിന്റെ എല്ലാ വശങ്ങളും അറിയാൻ പറ്റും. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ദൈവത്തോട് ചേർത്ത് വെച്ച ഒരു കുടുംബം, ദൈവിക ഇടപെടലുകൾ തീർന്നിട്ടില്ലാത്ത ഒരു കുടുംബം, അത്ഭുതങ്ങളുടെ ഒരു കുടുംബം. ഈ അത്ഭുതങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി നന്ദി, ഇവിടെ വന്നതിനും ഇതെല്ലാം ഞങ്ങളോട് പങ്കുവെച്ചതിനും. വിസ്മയാവഹമായ വഴികളിലൂടെയാണ് കർത്താവ് ഓരോരുത്തരെയും വഴി നടത്തുന്നത്. ഈ വഴി നടത്തുന്ന ദൈവം വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും ഇടപെടുന്നത്. അത് ദൈവിക ഇടപെടലാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമേ ഉള്ളൂ. യെസ്, ഇറ്റ്സ് ഗോഡ്. ഇറ്റ്സ് ഗോഡിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി.